നമസ്കാരം കൂട്ടുകാരെ, ശാലിന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭാരത നടന എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ശരിക്കും ഞാനും എൻ്റെ ഈ മക്കളും വളരെയധികം ഒരു ഹൃദയവേദനയിൽ തന്നെ, അത് വെറുതെ ഒരു ഫോർമാലിറ്റി ആയിട്ട് പറയുന്നതല്ല, നമ്മുടെ കേരളക്കരയുടെ അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അകലങ്ങളിൽ എന്ന് പറയാം അല്ലേ, മഹാകലാകാരനായ ശ്രീനിവാസൻ സാറ് നമ്മളെയൊക്കെ വിട്ട് പോയി. ഇപ്പം പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഏജിലുള്ളവർക്ക് സത്യം ഇങ്ങനെ കണ്ണ് നിറയുക, അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര നല്ലൊരു കലാകാരൻ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു പാട്ട് ഓൾറെഡി കൊറിയോഗ്രാഫി ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷേ എറണാകുളത്ത് നിന്നും അതേ പേരിൽ ശ്രീനിവാസ പൈ എന്ന പേരിലുള്ള ഒരു സാറിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിട്ട് ഈ സോങ് മീൻസ് ഡെഡിക്കേറ്റ് ചെയ്ത് സ്പോൺസർ ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്കത് സ്പോൺസർ രീതി വേണ്ട. പക്ഷേ അദ്ദേഹം മീൻസ് ഒരേ പേരല്ലേ, അദ്ദേഹം ഇങ്ങനെ വിളിച്ച് ഇത് ഈ മഹാകലാകാരന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇതൊന്നും ആ ഒരു സ്പോൺസർഷിപ്പ് രീതിയിലല്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയുവാണ്. ശ്രീനിവാസ പൈ എന്ന ആ അത്രയും നന്മ നിറഞ്ഞ ഒരു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം ഞങ്ങൾ തന്നെ മനസ്സാൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാം വിട്ടുപോയ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും മീൻസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതുവരെയും അടുത്തെങ്ങും ഇത്രയും വിഷമമായ ഒരു അനുഭവമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മുൻപാകെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്, ഒപ്പം ശ്രീനിവാസ പൈ എന്ന അദ്ദേഹം എറണാകുളത്തുള്ള ആ ഒരു സാറ് അറിയിച്ചത് പ്രകാരമായിട്ട് നമ്മൾ ഈ ഒരു സോങ് ആ ദൈവികത നിറഞ്ഞ മഹത്തായ ആ കലാകാരന് മുന്നിൽ എന്താ പറയുക സമർപ്പിച്ചു കൊള്ളുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മാവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ ഒരു നൃത്തരൂപമാണ്, അപ്പോൾ അതിൻ്റേതായ ഈ പാട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മുടെ മക്കൾ കഴിയുന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ചില മിസ്റ്റേക്ക് ചിലപ്പോൾ വന്നേക്കാം, നമുക്കൊന്ന് നോക്കാം മക്കളെ, ചെയ്യാം. ഓക്കെ, റെഡി? ആദ്യം ആരാ മക്കളെ തുടങ്ങുന്നേ? മീനാക്ഷി. ശരി, റെഡി? അപ്പോൾ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ വികാരങ്ങളിലും നൃത്തമുണ്ട്. അതൊന്ന് മനസ്സിൽ കരുതി, എന്നാൽ ചുവടുകളും വന്ന് ഭാവാഭിനയമൊക്കെ കൊടുത്ത് മക്കൾ ചെയ്യുക. നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും, വിടുവായും തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു, വെയിലേറ്റുപാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും.
ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ, ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയുന്നുമ്പോൾ, തിരപുൽകും നാടെന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും, തുഴപോയ തോണിയിൽ തകരുന്ന നെഞ്ചിലെ തുടികൊട്ടും പാട്ടായി ഞാനും, മനമുരുകി പാടുന്ന പാട്ടിൽ മറുപക്ഷി പിടയുന്ന ചിറകുച്ച കേട്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായും തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമയിൽ കണ്ടു, വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ചങ്കില് കേക്കണ മണ്ണിന്റെ താളം, ചങ്കില് കേക്കണ. ഓക്കേ. ആ ശരിക്കും മക്കളെ, എനിക്ക് ഒന്നും കണ്ടില്ല, ഭയങ്കര സങ്കടമങ്ങ്, കണ്ണൊക്കെ എങ്ങനെ നിറഞ്ഞു. പ്രധാനമായിട്ട് ഈ പാട്ട് കേൾക്കുമ്പോഴേ ആ ഒരു ഫിലിമൊക്കെ അങ്ങ് നല്ലോണം ഓർമ്മ വരുക. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ നമ്മളൊക്കെ ജസ്റ്റ് പ്രേക്ഷകരാണല്ലേ. എന്നിട്ട് പോലും നിങ്ങളിൽ പോലും പലർക്ക് ഇത്രയും, നിങ്ങളൊക്കെ കുഞ്ഞു പ്രായമാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അദ്ദേഹത്തിൻ്റെ, അല്ലേ? അപ്പോൾ ആ ഒരു എന്താ പറയുക, മനുഷ്യന് മുൻപാകെ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയ അദ്ദേഹത്തിന് മുൻപാകെ ഒരു പ്രാർത്ഥന മനമോടെ, ഒപ്പം അദ്ദേഹത്തിനെ ഓർത്ത് ഈ സോങ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത അതേ പേരിൽ ആ ശ്രീനിവാസ പയ്യെന്ന അദ്ദേഹത്തിന് മുന്നിലും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ടീച്ചർ ചേച്ചി അഭിപ്രായം ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? ഈ പാട്ട് ചെയ്യുമ്പോഴത്തേക്കും സാറിൻ്റെ ഒരുപാട് സിനിമകൾ എനിക്ക് ഓർമ്മയായിരുന്നു, ഒരുപാട് സീൻസ് ഇങ്ങനെ ഓർമ്മയായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞിലെ ഞാൻ അങ്ങനെ ഈ സാറിൻ്റെ സിനിമ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ആ ഒരിതില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഈ സാറിൻ്റെ കണ്ട സിനിമകൾ എനിക്കിങ്ങനെ നല്ലൊരു കലാകാരനായിരുന്നു. അപ്പോൾ എനിക്ക് അത് ബേസ് ചെയ്ത് ഇങ്ങനെ ഓർമ്മ വരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം, ആ സാറ് പോയതിൻ്റെ ഒരു വല്ലാത്ത ഒരു സങ്കടം. മക്കളും ചിന്തിച്ച് 80s നമ്മുടെയൊക്കെ ഒരു ഭയങ്കര കൂടുതലാ, പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ആ പറഞ്ഞ മക്കളെ. അനാമിക മോളെ? നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാല്. എനിക്കറിയില്ല, ആ ഒരു മുഖം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്തോ ഇവിടുന്നോ ഒരു സങ്കടം വല്ലാണ്ട്. എന്തോ ഒരു അനുഗ്രഹമായിരുന്നു, നമ്മുടെ മലയാളക്കരയുടെ ഒരു അനുഗ്രഹമായിരുന്നു നഷ്ടപ്പെട്ടത്. അതില് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ജീവിക്കുവാണ്, അത്രേ പറയാനുള്ള. ഒരുപാട് സങ്കടം. ഞാൻ
ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു കാര്യം മാത്രമായിരുന്നു മനസ്സിലും ഫുള്ളായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ജനമോള് അത് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ചേച്ചിക്കൊരു മെസ്സേജ് അയച്ചു. അത് എന്താണെന്നറിയാം, ഈ പാട്ട് കേട്ട് ഡാൻസ് കളി ഭയങ്കര സങ്കടം. പക്ഷേ എനിക്ക് തോന്നില്ല ഞാൻ അത്ര ശരിക്കും നമ്മള് അതാണ് എടുക്കാൻ ഈ പാട്ട് ഇങ്ങനെ. അപ്പൊ ഇത് നമ്മളിങ്ങനെ സാധാരണ തന്നെ നമ്മളൊരു ഡാൻസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ലയിക്കത്തില്ലേ, അപ്പൊ ഇങ്ങനെ ഇപ്പൊ മറ്റേ ദാസ വിജയ അതൊക്കെ ഇങ്ങനെ ഒരു തരം ഇത്. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാൻ അടുത്തൊന്നും കണ്ടിട്ട് പോലും ഇല്ല. അപ്പം ഭയങ്കര സങ്കടം. ഞാൻ കരഞ്ഞായിരുന്നു ഡാൻസ് കളിച്ചപ്പോ, പെട്ടെന്ന് പൊട്ടിപ്പോയി. അത്ര സങ്കടം. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് സത്യത്തിൽ അറിയത്തില്ല എന്താ പറയാന്നുള്ളത്. കാര്യം ആ ഒരു വ്യക്തിയുടെ എത്ര നമ്മൾ പറഞ്ഞാലും തീരത്തില്ല ആ വ്യക്തിയെക്കുറിച്ച്. അത്രയും നല്ലൊരു കലാകാരൻ. സത്യത്തിൽ അനാമിക പറഞ്ഞതുപോലെ തന്നെ ആള് മരിച്ചു എന്നുള്ളൊരു ആ ഒരു തോന്നലില്ല സത്യത്തിൽ. ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കിയാലും കാണാൻ പറ്റുന്ന അടുത്ത് തന്നെ അദ്ദേഹം ഉണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഈ പാട്ട് കേട്ടപ്പം പെട്ടെന്നൊരു ഇടി അങ്ങായിപ്പോയി. അത്രയും നേരം വലിയ, എന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ, ജനിച്ചാൽ മരിക്കണം. കുറച്ചൊരു വല്ലാത്തതല്ല. അതെ, ആ പാട്ട് കേട്ടപ്പോ ഒരു അറിയില്ല ചേച്ചി, എന്ത് പറയണോന്നുള്ളത് അറിയത്തില്ല സത്യത്തിൽ. അതാണ്. എങ്ങനെ സിദ്ധിമോളെ? ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേന്നറിയില്ല. ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു വലിയ കലാകാരന് മുന്നിൽ ഒരുപാട് പ്രണാമമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ അതുപോലെ ഈ ഒരു പാട്ട് ഇപ്പോൾ ആ ഒരു കലാകാരനെ മനസ്സിൽ ചിന്തിച്ച് കേൾക്കുമ്പോഴാണെങ്കിലും അല്ലാതെ തന്നെ ഒരുപാട് പ്രവാസികളുടെ മനസ്സിൽ തൊട്ട പാട്ടാണ്. അതായത് കേട്ടാല് നമ്മൾ ഈ നൃത്തം ചെയ്യുന്ന കണക്കല്ല, ശരിക്കും നമ്മുടെ നാട് വിട്ട് ആ അറബിക്കഥ എന്ന് പറയുന്ന ആ സിനിമയിലൂടെ ഒരു വലിയ ജീവിതം, അതേപോലെ ഒരു പത്തേമാരി എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടില് ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഗവൺമെന്റിന്റെ എന്താ ആനുകൂല്യങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് പ്രവാസികളും മിലിറ്ററി പട്ടാളക്കാരും ആണെന്ന് പറയും. എല്ലാവർക്കും കുറേയേറെ ഇതുണ്ടെങ്കിലും അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ നാടും വീടും എല്ലാം വിട്ട്, എല്ലാവരുടെയും കാര്യമല്ല, ഫാമിലിയൊക്കെ വിട്ട് നിൽക്കുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നത് നമുക്ക് തന്നെയും സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ ഉള്ള വിഷമം കാണാണ്ടിരിക്കുമ്പോൾ ഉള്ള. അപ്പം ആ പാട്ടിൻ്റെ തലവും പിന്നെ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളായിരുന്നു മുഴുവനും. തീർച്ചയായിട്ടും. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയേണ്ടതാണ്. ഇപ്പോൾ ശരിയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നിയോഗത്തിലും വിധിയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര ഏജ് അദ്ദേഹത്തിൻ്റെ സമയം അതുവരെയാണ്, എന്നാൽ പോലും പറയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു, അദ്ദേഹം തന്നെ പറഞ്ഞു പുകവലി ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രയും ഇതാക്കിയ കാര്യം. അദ്ദേഹം അത്രയും മനുഷ്യ ഹൃദയങ്ങൾ കീഴടക്കി. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഇത് ബ്ലസ്സേ ആണ് കൂടുതലും വരുന്നത്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും നെഗറ്റീവായ ആ ഒരു ശീലം കൊണ്ട് അദ്ദേഹം ഇതുവരെ പോയതുപോലും ആ ബ്ലസ്സ് കൊണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെടുത്ത് ഈ ഒരു ഒറ്റ കാര്യം അദ്ദേഹത്തിന് ഒരു വലിയ തെറ്റായി അല്ലേ. നമ്മുടെ തലമുറയിലാണെങ്കിലും എവിടെയാണെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു സുഖം തേടി നമ്മൾ ആ ലഹരിയിലേക്ക് പോകുമ്പം പിന്നീടുള്ള നമ്മുടെ ഒരു അനുഭവം, നമ്മുടെ കുടുംബം, എല്ലാ ഇതും ഓർക്കണം. ആ ഒരു ദുശീലം അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് ദോഷം ചെയ്തു. അതും കൂടെ കൊണ്ടാവാം ഇത്രയും പെട്ടെന്നൊരു ഇത് വന്നേ. അപ്പം നിങ്ങളെല്ലാം ചേച്ചിയെ പോലെ ഇത്രയൊരു ഇച്ചിരി ഏജ് ഉള്ളവർക്കും ഏജ് കുറഞ്ഞവർക്കും ഒക്കെ ഓർക്കാൻ തക്ക ഒരുപാട് ഓർമ്മകളും ആ ഒരു തൂലിക അല്ലെങ്കിൽ ആ ഒരു പേനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആ അദ്ദേഹത്തിന്, ശ്രീനിവാസൻ എന്ന ആ ഒരു മഹത് കലാകാരന് മുന്നിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. നമ്മുടെ കൂട്ടുകാരോട് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു ടാറ്റ പറയേണ്ട, നല്ലൊരു നമസ്കാരം.